മറഞ്ഞിരിക്കുന്ന വനത്തെ ജയിച്ച ശേഷം താരോയുടെ ആത്മവിശ്വാസം വളർന്നു. പക്ഷെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. ഒരു രാത്രി സൂര്യപുരം ഗ്രാമം അപ്രതീക്ഷിതമായി ഇരുട്ടിലായി. ആ ഗ്രാമത്തിൽ ഒരിക്കലും കെടുത്താത്ത പ്രകാശത്തിന്റെ തിളക്കപ്പാറ പെട്ടെന്ന് മങ്ങിപ്പോയി. പട്ടണത്തിലെ എല്ലാവരും പേടിച്ചു. ഇരുട്ടിന്റെ പ്രഭു തിരിച്ചുവന്നു, അവൻ പ്രകാശം തട്ടിക്കൊണ്ടുപോയി. എല്ലാവരും താരോയെ നോക്കി, കാരണം അവനിപ്പോൾ ധൈര്യത്തിന്റെ ചെടിയുടെ സംരക്ഷകൻ. ഇരുട്ടിന്റെ പ്രഭുവിന്റെ വരവ്. അപ്രതീക്ഷിതമായി ഗ്രാമത്തിന്റെ നടുവിൽ ഒരു വലിയ കറുത്ത മേഘം രൂപപ്പെട്ടു. അതിൽ നിന്നൊരു ഉയർന്ന രൂപം, ഇരുട്ടിന്റെ പ്രഭു കറോമസ്. അവന്റെ ശബ്ദം തണുപ്പ്. പ്രകാശം നമ്മെ ശക്തമാക്കും, പക്ഷെ നിങ്ങളെ ദുർബലമാക്കും. അതിനാൽ ഞാനതെടുത്തു. ഗ്രാമക്കാർ വിറച്ചു. താരോ പോലും ഉള്ളിൽ ചെറിയൊരു വിറയലോടെ, എനിക്ക് ഇത്രയേറെ വലിയ ഇരുട്ടിനെ നേരിടാനാവുമോ? അപ്പോൾ അവന്റെ നെഞ്ചിലെ ധൈര്യത്തിന്റെ നക്ഷത്രം മിന്നിത്തുടങ്ങി. ലിലു കിളി പറഞ്ഞു, താരോ, നിന്റെ വെളിച്ചം മാത്രം ഇരുട്ടിനെ പിരിച്ചുവിടും. ധൈര്യത്തിന്റെ പോരാട്ടം. താരോ മുന്നോട്ട് നടന്നു, പക്ഷെ കറോമസിന്റെ നിഴൽ അവനെ പിന്നോട്ട് തള്ളാൻ ശ്രമിക്കുന്നു. കറോമസ് ചിരിച്ചു, നിന്റെ ഭയം എനിക്കറിയാം ചെറിയ മുയലേ, ഞാൻ ഭയത്തിന്റെ പ്രഭുവാണ്. നീ എന്നെ തോൽപ്പിക്കുമോ? താരോയുടെ ഹൃദയം താഴെപ്പോയി. അവന് പഴയകാലത്തെ ഭയത്തിന്റെ ശബ്ദം കേട്ടു. നിനക്ക് കഴിയില്ല, നീ ചെറുതാണ്, നീ തളരും. താരോയുടെ കണ്ണുകൾ നിറഞ്ഞു. എന്നാൽ ധൈര്യത്തിന്റെ ശില അവന്റെ നെഞ്ചിൽ അതേസമയം തിളങ്ങി. താരോ, നീ ഭയപ്പെടുന്നത് സാധാരണമാണ്, പക്ഷെ ഭയത്തിനെ നിർത്തുന്നത് നീയാണ്. താരോ ശ്വാസമെടുത്തു. എനിക്ക് ഭയമുണ്ട്, പക്ഷെ ഞാൻ പിന്നോട്ടില്ല. മഹായുദ്ധം. വെളിച്ചവും ഇരുട്ടും. കറോമസ് തന്റെ കറുത്ത ഗർത്തം തുറന്നു. ഇരുട്ട് ഗ്രാമത്തെ വലിക്കാൻ തുടങ്ങി. ഒരൊറ്റ നിമിഷം താരോ തന്റെ നെഞ്ചിലെ നക്ഷത്രത്തിന്റെ വെളിച്ചം പൂർണ്ണമായി തെളിച്ചു. വെളിച്ചം ആകാശത്തേക്ക് മെനഞ്ഞിരുന്നു. ഗ്രാമം മുഴുവൻ പ്രകാശിച്ചു. നിഴലുകൾ കത്തുന്നതുപോലെ പൊളിഞ്ഞു. കറോമസ് കണ്ണുകൾ മുട്ടി. ഈ വെളിച്ചം ഇത്ര ശക്തമോ? താരോ മുന്നോട്ട് ചാടി. ഇതെന്റെ വെളിച്ചമല്ല, എന്റെ വിശ്വാസമാണ്. അവൻ കൈയുയർത്തി. ധൈര്യത്തിന്റെ വെളിച്ചം കറോമസിന്റെ നിഴലിനെ കീറിയിറക്കി. ചുറ്റും ഇരുട്ടില്ലാതായി. ഗ്രാമം വീണ്ടും തെളിഞ്ഞു. ഇരുട്ടിന്റെ പ്രഭുവിന്റെ വീഴ്ച. കറോമസ് തകർന്ന ശബ്ദത്തിൽ പറഞ്ഞു, ഒരു ചെറിയ മുയലിൽ ഇത്ര ധൈര്യം എങ്ങനെ എത്തി? താരോ ചിരിച്ചു. ഞാൻ ധൈര്യവാനല്ല, പക്ഷെ ഞാൻ ശ്രമിച്ചു, അതുകൊണ്ട് ഞാൻ ജയിച്ചു. കറോമസ് പുക പോലെ ഇല്ലാതായി. ഗ്രാമക്കാർ ആഘോഷിച്ചു. താരോ, താരോ, താരോ. ധൈര്യത്തിന്റെ ചെടിയുടെ മാറ്റം. അന്നത്തെ രാത്രി താരോയുടെ ധൈര്യത്തിന്റെ ചെടി ഏറ്റവും വലിയ മാറ്റം സംഭവിച്ചു. അതിന്റെ മുകളിൽ ഒരു സ്വർണ്ണപ്പൂവ് വിരിഞ്ഞു. താരോ അത്ഭുതപ്പെട്ടു. ഇതെന്താണ്? ബോധിവൃക്ഷം പറഞ്ഞു, നിന്റെ ധൈര്യം പൂത്തു. ഇനി നീ മറ്റുള്ളവരുടെ ഭയം കുറയ്ക്കാനും വഴി കാണിക്കാനും കഴിയും. താരോയുടെ കണ്ണിൽ വെള്ളം. ഞാൻ ചെയ്തോ? ബോധിവൃക്ഷം പറഞ്ഞു, നീ സ്വയം ജയിച്ചു. അതാകും ഏറ്റവും വലിയ വിജയം. പ്രചോദന സന്ദേശം. യഥാർത്ഥ ധൈര്യം ഭയമില്ലാതാകുന്നതല്ല, ഭയത്തോടൊപ്പം നടന്ന് ജയിക്കുന്നതാണ്. നമ്മുടെ ഏറ്റവും വലിയ ശത്രു ആകാശത്തിലെ ഇരുട്ടല്ല, മനസ്സിലെ ഇരുട്ടാണ്. സ്വയം വിശ്വസിക്കുന്നത് വെളിച്ചമാണ്. അത് ഏത് ഇരുട്ടിലും വിജയിക്കും. ചെറിയ ആളുകൾക്കും ഏറ്റവും വലിയ പ്രകാശമാകാം.